ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റുഡിയോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറേ പെയിൻറ്റിങ്സും വരച്ച എല്ലാ ഐറ്റംസും ഒക്കെ എടുത്തിട്ടുണ്ട്. സോ എല്ലാം ഇവിടെ സെറ്റാണ്. സോ എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തത് എല്ലാവരെയും കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. സോ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു കെട്ട് പെയിൻറ്റിങ്സ് എല്ലാം പറക്കിയെടുത്ത് കാണിക്കുമായിരുന്നു. അപ്പോൾ അവർ നല്ല രസമുണ്ട് എന്നൊക്കെ പറയത്തില്ലേ, അപ്പം നമുക്കൊരു ഇച്ചിരി സന്തോഷമൊക്കെ വരത്തില്ലേ, തൊട്ടതുപോലെ. സോ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. സോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തെർമോക്കോളാണ് എടുത്തേക്കുന്നത്. ഈ ഭിത്തിയിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു തരം ഷെൽഫില്ലേ, സംഭവം അത് ഞാൻ ഷോപ്സിയിൽ ഒക്കെ നോക്കി, പക്ഷെ നല്ല റേറ്റാണ്. ഒരു 1000-നോട് അടുപ്പിച്ച് റേറ്റ് കാണും. ഇപ്പം തൽക്കാലം അത് മുടക്കാൻ നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ഐറ്റംസ് വെച്ചിട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് തെർമോക്കോളാണ്. നല്ല അത്യാവശ്യം ഇതിന് നീളം കുറവാണ്, ഇതിന് നീളമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഭിത്തിയിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അതായത് ഷെൽഫിന് പകരമായിട്ട്, അതായത് ഇങ്ങനത്തെ അറിയാലോ. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. വൈറ്റ് കളറും ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വാങ്ങിക്കോളാം. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് വാങ്ങാം. ഇപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് ഒട്ടിച്ചിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളോടെ നീളത്തിൽ ഒട്ടിക്കുന്നില്ല, കാരണം അത്രയും ഡബിൾ സൈഡ് ടേപ്പ് എൻ്റെ കയ്യിലില്ല. അപ്പം നമുക്ക് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം നിങ്ങൾക്കിത് എവിടെയാണ് വേണ്ടുന്നത് അതനുസരിച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിന് അഥവാ എന്താണ് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇളക്കാൻ നല്ല പാടായിരിക്കും. ലെറ്റ്സ് സീ. പിന്നെ ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊന്നും ഞാൻ തൽക്കാലത്തേക്ക് നോക്കുന്നില്ല. ഇത് എൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടികൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചല്ലോ, അതുങ്ങൾ എടുത്തുകൊണ്ട് പോയി കടിച്ച് നശിപ്പിച്ചേക്കുവാണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് പിടിച്ചു വാങ്ങി ഒരു അടി കൂടി വാങ്ങി എടുത്തുകൊണ്ട് വന്ന സാധനമാണ്. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജ്വല്ലറി മേക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം, അതായിരുന്നു കാണുന്നത്. അങ്ങനെ ഞാൻ ജ്വല്ലറി മേക്കിംഗ് നിർത്തിയിട്ടൊന്നുമല്ല, അത് നമ്മൾ എന്തുവാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇടും. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അത് തന്നെ ചെയ്ത് എനിക്കങ്ങ് ബോറടിച്ചു തുടങ്ങി. എനിക്കിഷ്ടമാണ്, ഡിസൈനിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ എൻ്റെ പെയിൻറ്റിങ്ങും ക്രാഫ്റ്റും എല്ലാം ആയിട്ടുള്ള ഒരു ടച്ച് അങ്ങ് വിട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ചെയ്യാം. ജ്വല്ലറി മേക്കിംഗ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ഞാനത് പിന്നെ അങ്ങ് മടുക്കും. അപ്പോൾ അതിൽ നല്ല എല്ലാം കൂടെ ചെയ്യുന്നില്ലേ, എല്ലാം വെറൈറ്റി ചെയ്തതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് ഇതും കൂടെ ഒട്ടിക്കാം. പിന്നെ എല്ലാം നമ്മുടെ പെയിൻറ്റിങ്സ് ആണ്. ഈ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. സോ few minutes later. വളരെ കുറച്ച് ടൈമിൽ 2 സാഡ് ന്യൂസസ് ആണ് ഉണ്ടായിരിക്കുന്നത്. സാഡ് നമ്പർ 1, ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. കഷ്ടപ്പെട്ട് എല്ലാ പെയിൻറ്റിങ്സും നിങ്ങളെ കാണിച്ച് ഞാനത് ഒട്ടിച്ചിരുന്നത്, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. സാഡ് നമ്പർ 2, ഇത് ഇപ്പം ഡെസ്കിൻ്റെ മുകളിലാണ് ഞാൻ മിക്ക ഐറ്റംസും എടുത്ത് വെച്ച് വെക്കാറ്. അപ്പോൾ ക്ലേ വെച്ചിട്ടൊരു 2 ദിവസം മുന്നേ ഞാനൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു ഗണപതിനെ ഉണ്ടാക്കി. നിങ്ങളെ പെയിൻറ്റിങ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെയിൻറ്റിങ്സ് അവിടെയാണ് ഇരുന്നത്. അതെടുക്കാൻ വേണ്ടിയിട്ട് പോയതും തട്ടി എൻ്റെ ഗണപതി താഴെ വീണു. അത് ഏത് കോലത്തിലാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ക്യൂട്ട് ഗണപതിയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ തലയേതാ, വാലേതാ, കണ്ണേതാ, മൂക്കേതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. സോ ഞാൻ 2 മിനിറ്റ് എടുത്ത് അതൊന്ന് ഓക്കെ അത് പൊട്ടിപ്പോയി എന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്കങ്ങ് കരച്ചിലൊക്കെ അങ്ങ് വന്നു. കാരണം 3 ദിവസത്തെ കഷ്ടപ്പാടാണ് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഇങ്ങനെ പൊട്ടാനായിരുന്നെങ്കിൽ ഇതിനാണ് നമ്മൾ ചെയ്തതെല്ലാം. സോ എന്ത് പറയാനാണ്, വേറെ ഒന്നും പറയാനില്ല. പക്ഷേ നമുക്ക് 2 മിസ്റ്റേക്ക് പറ്റിയെങ്കിലും അതിലൊരെണ്ണം നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ ഒരു ഐറ്റം നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇപ്പം തന്നെ കാണിച്ചു തരുന്നതാണ്. ഈ ഒരെണ്ണം ആക്രിലിക് പെയിൻറ് വെച്ച് ചെയ്തിട്ടുള്ള ഒന്നാണ്. സംഭവം നേച്ചർ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ കൂടുതൽ പെയിൻറ്റിങ്സും ചെയ്യാറ്. അപ്പോൾ ഈ ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം ഞാൻ ടൈം എടുത്ത് ചെയ്തതാണ്. ഈ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്ത ഒരെണ്ണമാണ്. ഇതും അക്രിലിക് പെയിൻറ്റിങ് തന്നെയാണ്. ഇത് അത്യാവശ്യം ഒരു 3-4 ദിവസമൊക്കെ എടുത്തു. ഞാൻ കുറേ ഡീറ്റെയിലിംഗ് ആഡ് ചെയ്ത് അങ്ങനെ കുറേ ടൈം എടുത്ത് ചെയ്തതാണ്.
ഇതാണെങ്കിൽ ഫുള്ള് പെന്ന് വെച്ച് ചെയ്തതാണ്, ബ്ലാക്ക് പെന്ന് വെച്ചിട്ട്. പിന്നീട് ആ ഒരു ഫ്ലവറിൻ്റെ കളറ് മാത്രം അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കിയെല്ലാം ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. സോ ഇതുപോലെയൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരെണ്ണവും ഫുൾ ബ്ലാക്ക് പെന്നാണ്. ഒരു 3D എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിനകത്ത് ലൈറ്റായിട്ട് പെൻസിലിൻ്റെ ഷെയ്ഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇത് ചെയ്ത് കാണിക്കാം നിങ്ങൾക്കൊന്നും കൂടെ. പിന്നീട് ഈ ഒരെണ്ണവും അക്രിലിക് പെയിൻറ്റിങ് തന്നെയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് അക്രിലിക് പെയിൻറ്റിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരുപാട് ആ ടൈമിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരെണ്ണം വാട്ടർ കളറിങ് ആണ്. പെയിൻറ്റ് ഫെയ്ഡ് ആകും എന്നാണ് ഞാൻ വിചാരിച്ചത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതാണ്, പക്ഷെ ഇപ്പോഴും അത് നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് വാട്ടർ കളറിങ് പെയിൻറ്റിങ്ങിൻ്റെ ടിപ്സ് ഞാൻ തരാം. പിന്നെ ഇതും അക്രിലിക് പെയിൻറ്റിങ് ആണ്. പിന്നീട് ആ ടൈമിൽ സമയമുള്ളപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ തന്നെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ നോക്കുന്ന ടൈമിൽ ഇതുപോലെ കൊറിയൻ ടൈപ്പ് ആ ഒരു ഫോട്ടോസൊക്കെ വരും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരെണ്ണം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഒട്ടിച്ചത്. ഇനി ബാക്കി കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്, അതപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് ഒട്ടിക്കാം. പിന്നീട് നമ്മളുടെ കയ്യിലുള്ളതാണ് ഈ ഒരു പെയിൻറ്റിങ്. ഇത് ആക്രിലിക് പെയിൻറ്റിങ് ആണ് കേട്ടോ. പിന്നീട് വീണ്ടും ഉണ്ട് നമ്മളുടെ കയ്യിൽ, ഇതും ആക്രിലിക് പെയിൻറ്റിങ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ഐറ്റം കാണിച്ചു തരാം. ആക്ച്വലി ദിസ് ഈസ് മൈ ഫേവറേറ്റ്. എനിക്ക് ഇങ്ങനെയുള്ളത് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഇതും ആക്രിലിക് പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ. എനിക്കൊന്ന് വെട്ടം അടിച്ച് ക്ലിയർ ആവുന്നുണ്ടോ എന്തോ, ഇപ്പോൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പെയിൻറ്റിങ്. എനിക്കിങ്ങനെ അത്രയും ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്നതാണ് ഇഷ്ടം. അതും നേച്ചർ റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. സോ ഇതെനിക്ക് തോന്നുന്നില്ല എനിക്ക് ഒട്ടിക്കാൻ പറ്റുന്നു, കാരണം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത് തന്നെ എപ്പോൾ ഇളകി വീഴുമെന്ന് എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്, കാരണം ഡബിൾ സൈഡ് ടേപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ശ്രമിക്കാം. പിന്നെ ഈ ഒരു ഐറ്റം നമ്മൾ പെന്ന് വെച്ച് മാത്രം വരച്ചതാണ്. പ്രത്യേകിച്ച് ഔട്ട്ലൈൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാതെ വരച്ചതായിരുന്നു. പിന്നീട് കാലിഗ്രാഫി തലയ്ക്ക് പിടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ കുറച്ച് കാലിഗ്രാഫീസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജിയ നമുക്കടിക്കും, പണ്ട് നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ ഈ ഒരു സംഭവം പെർഫെക്റ്റ് ആയിരിക്കത്തില്ല, പക്ഷേ ക്യൂട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത്. സോ ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ എൻ്റെ പെയിൻറ്റിങ്സിൻ്റെ കുറച്ച് പ്രിൻറ്റുകൾ നിങ്ങളെ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ കുറേ പ്രിൻറ്റ്സ് ഉണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊടുക്കുമായിരുന്നു. കാരണം നമ്മളുടെ ഒറിജിനൽ അത്രയും വാങ്ങാനുള്ള പൈസ ഇല്ലാത്തവർക്ക് നമുക്ക് ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എല്ലാം ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒറിജിനൽ ഇവിടെ എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ അത് പന്നലായി പോവില്ലേ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ എന്തായാലും പ്രിൻറ്റ് നമ്മളുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത്. അതിപ്പം കുറച്ചൊക്കെ ഞാൻ കൊടുത്ത്, പിന്നെ ബാക്കി കുറച്ചുണ്ട് എൻ്റെ കയ്യിൽ. സോ അപ്പോൾ നമുക്ക് ഇതും കൂടെ നോക്കാം. സോ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരെണ്ണമാണ്. ഇത് അടിപൊളിയാണ്, ഒറിജിനൽ സൂപ്പറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ അടുക്കി പറക്കി, ഒന്നുമില്ല, ഇത്രയൊന്നും അല്ല, എൻ്റെ ഒരു വലിയ കുറേ ഉണ്ട്. പിന്നെ വലിയ ക്യാൻവാസിൽ വരച്ചതും കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ബ്രഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും. കുറേ ഡാൻസ് ഫോംസും കാര്യങ്ങളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇപ്പോഴത്തെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, നിങ്ങൾക്ക് കാണണമെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി. സോ അതാണ് ഈ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇത് ഞാൻ വലിയ പേപ്പറിൽ വരച്ചാണ് കേട്ടോ. ഈ ഒരെണ്ണം അത് ഞാൻ പ്രത്യേകിച്ച് എവിടെയും കണ്ട് വരച്ചല്ല, ഞാൻ എൻ്റെ ഒരു ഇമാജിനേഷനിൽ വരച്ചെടുത്തതാണ്. പിന്നെ ഈ ഒരെണ്ണം. ഇതത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ എനിക്കെന്തോ ഒരു തോന്നൽ വന്നങ്ങ് വരച്ച്. പിന്നെ വേറൊന്നുമുണ്ട്, ഇതിൻ്റെ ഒറിജിനൽ ഞാൻ ഫ്രെയിം ചെയ്ത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാണ്. ഭയങ്കര വലുതായിരുന്നു, അത്യാവശ്യം
ഇത്രയും ഭയങ്കര വലുതായിരുന്നു. അത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്യാൻ ഞാൻ കുറേ പാടുപെട്ടു, കാരണം ഭയങ്കര വെയിറ്റ് ആയിരുന്നു അതിന്. സോ അതിൻ്റെ ഒരു പ്രിൻ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മേ ബി ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇച്ചിരി ടൈം എടുക്കുമായിരിക്കും, പക്ഷെ എന്നാലും ഇത് സെറ്റാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ, അത് ഈ ഒരെണ്ണം. എനിക്കിതിൻ്റെ കളർ കോമ്പിനേഷൻസും അതെല്ലാം ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടതാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ തന്നെ വരച്ചായിരുന്നു എന്നൊക്കെ. ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ തോന്നും. വേറെ പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ഐറ്റം, ഇതും കാണാൻ പൊളിയാണ് കേട്ടോ. സോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ ആ ഒരു വാൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ പ്രിൻ്റ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ അപ്പം നിങ്ങൾക്ക് തരാം. അതായത് ഒരു ഇത്ര എണ്ണം ഇത്ര പ്രൈസ് വെച്ചിട്ട്. സോ അപ്പം നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി, ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നോക്കാം. സോ ദിസ് വൺ ഈസ് ഓൾസോ വെരി ക്യൂട്ട്. ഞാൻ തന്നെ എൻ്റെ പെയിൻറ്റിങ്ങിനെ പൊക്കി പറയും. സോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. സോ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കര ആക്രിലിക് കളേഴ്സിൻ്റെ പ്രാന്തായിരുന്നു. അപ്പം ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. ഒരെണ്ണം കാണിച്ചു തരാം. ഇത് ആൽക്കഹോൾ മാർക്കേഴ്സ് വെച്ചിട്ട് വരച്ചെടുത്തതാണ്. സോ ഇതും നല്ല രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. സോ ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു ചാനലിൽ വരയ്ക്കുന്നത് ഇട്ടിട്ടുണ്ട് എന്ന് ആദ്യം തുടക്കം. എനിവേ ഇതുകൂടെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. സോ അങ്ങനെ ഏകദേശം നമ്മളിതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ഉണ്ട്. നമ്മളുടെ ചെറിയ ഇതുപോലെ സ്ക്ലപ്ചേഴ്സ് ക്ലേ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഈ ഒരു ബി ഉണ്ട്, നമ്മുടെ ബേമാക്സ് ഉണ്ട്. ഐ തിങ്ക് ഇതത്ര ക്ലിയർ ആവുന്നില്ല. സോ ഐ തിങ്ക് ഓക്കെ. പിന്നീട് നമ്മളുടെ ടെഡി ബെയർ ഉണ്ട്, പിന്നീട് ഡോണറ്റ്, പിന്നെ ഇതുപോലെ ക്യൂട്ട് ഡക്ക്. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മളുടെ അതിലുണ്ട്, ക്ലേ ഐറ്റംസ്. സോ നമുക്ക് ഇതും കൂടെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ച് വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മളുടെ വാളും നമ്മളുടെ ഡെസ്കും എല്ലാം സെറ്റായിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സക്സസ്ഫുൾ വീഡിയോ ആയിരുന്നു, മേക്ക് ഓവർ ചെയ്യാന്നുള്ളത് നമ്മുടെ സ്റ്റുഡിയോയിൽ. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ എന്നെയും കൂടെ ഫോളോ ചെയ്യുക. താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ